ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാനായി. പബ്ലിക് എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. എല്ലാവരും എക്സാമിന് വേണ്ടി വളരെ കാര്യമായി തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവസാനവട്ട റിവിഷനുകളിലൊക്കെ ആയിരിക്കുമെന്ന് എനിക്കറിയാം. ഈ ഒരു അവസരത്തിൽ മക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും ബോർഡ് എക്സാമിന് എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നത് നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം നമ്മൾ റിവിഷൻ നടത്തുന്ന സമയത്തൊക്കെ ഓരോ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന മാർക്കൊന്ന് നോക്കിയിട്ട് വേണം നമ്മുടെ പ്രിഫറൻസ് ഒക്കെ ഒന്ന് പരിഗണിക്കാൻ. നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കടാ, സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന് 8 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്. അതിനുശേഷമുള്ള ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് 9 മാർക്ക്. നോക്കൂ, കെമിക്കൽ കൈനറ്റിക്സിൽ നിന്നും 9 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. D&Fൽ നിന്ന് 6 മാർക്കിനാണ്. ഓക്കെ, ഈ സിമ്പിൾ ചാപ്റ്റേഴ്സ് ആണ്. സൊല്യൂഷൻ, കൈനറ്റിക്സ് ഒക്കെ വളരെ സിമ്പിൾ ചാപ്റ്റേഴ്സാണ്, പക്ഷേ നല്ല വെയിറ്റേജ് ഉണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ നിന്ന് 10 മാർക്കിന് എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആൽഡിഹൈഡ് ആണ്. അത് കഴിഞ്ഞ് തൊട്ട് പിന്നിലുള്ളത് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്. പിന്നെ മക്കളെ ഓർഗാനിക്കിലേക്ക് വന്നാൽ അവിടെ 7 മാർക്കിനാണ് ഹലോ ആൽക്കെയിൻസ് ആൻഡ് ഹലോ അറീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന് ചോദിക്കുന്നത്. 8 മാർക്കിനാണ് ആൽക്കഹോൾസ്, ഫിനോൾസ് ആൻഡ് ഈത്തേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന് ചോദിക്കുന്നത്. ഏറ്റവും വലിയ ഓർഗാനിക് ചാപ്റ്റർ ആയിട്ടുള്ള ആൽഡിഹൈഡ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡിൽ നിന്ന് 11 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അമൈൻസിൽ നിന്നും ബയോമോളിക്യൂൾസിൽ നിന്നും 5 മാർക്ക് വീതമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഇതാണ് +2 കെമിസ്ട്രിയിൽ പബ്ലിക് എക്സാമിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വെയിറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്തൊക്കെ എന്താ പറയുക, എല്ലാ ചാപ്റ്ററും റിവിഷൻ നടത്തേണ്ടതാണ്, എല്ലാ ചാപ്റ്ററും നിങ്ങൾ കൃത്യമായി തന്നെ പഠിച്ചിരിക്കേണ്ടതാണ്. പക്ഷേ വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റേഴ്സിനെ ഒരു കാരണവശാലും നിങ്ങൾ മാറ്റി നിർത്താൻ പാടില്ല. സർ, ആൽഡിഹൈഡ് കീറ്റോൺസിൽ ഒരുപാട് റിയാക്ഷൻസ് പഠിക്കാനില്ലേ എന്ന് കരുതി അതങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ 11 മാർക്കാണ് നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് എന്ന കാര്യം ഓർമ്മയുണ്ടാവണം. അപ്പം നമ്മൾ കറക്റ്റ് വെയിറ്റേജ് മനസ്സിലാക്കി ഓരോ ചാപ്റ്റർ പഠിക്കാനും കൃത്യമായി സമയം അലോക്കേറ്റ് ചെയ്ത് നമ്മൾ റിവിഷൻ നടത്തി കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ഭാഗങ്ങളാണ് പഠിക്കാത്തത് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ നമുക്കുണ്ടല്ലോ. അതൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക. അതായത് ആദ്യം തന്നെ ഒരു പേനയും പേപ്പറും എടുത്തിട്ട് എന്ത് ചെയ്യുക, സൊല്യൂഷൻ ഇത് ഞാൻ പഠിച്ചിട്ടില്ലേ, അല്ലെങ്കിൽ എത്ര % പഠിച്ചു എന്നൊക്കെ ഒന്ന് ആദ്യം എഴുതി വെക്കുക, എല്ലാ ചാപ്റ്ററും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്ത്, ഇത്രയും എന്താ പറയുക ടോപ്പിക്കുകൾ ഞാൻ ഇനി പഠിച്ചു തീർക്കാനുണ്ട്, ഇത്രയും സമയമാണ് എൻ്റെ മുന്നിലുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ഓരോ ചാപ്റ്ററിനും ടൈം അലോക്കേറ്റ് ചെയ്ത് ആ സമയത്ത് നമ്മൾ ഇരുന്ന് പഠിച്ച് അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സംശയമില്ല മക്കളെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ടിലേക്ക്, ഒരു മാർക്കിലേക്ക് തന്നെ നമുക്ക് എത്താൻ വേണ്ടി പറ്റും. പക്ഷേ വളരെ ക്രൂഷ്യൽ ടൈമിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. കാരണം വളരെ കുറച്ച് സമയമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതെങ്ങാനും നമ്മൾ കൃത്യമായി യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ, അത് കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുന്നതിൽ നമ്മൾ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് ലോങ് ആയിട്ട് അതിൻ്റെ ഒരു വിഷമം പേറി നടക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. കാരണം ഈ എക്സാം വളരെ ക്രൂഷ്യലാണ്. +2 എക്സാം അല്ലേടാ, വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 100% തന്നെയായിരിക്കണം, ഫുൾ മാർക്ക് തന്നെയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. കെമിസ്ട്രിയുടെ മാത്രം കാര്യമല്ല, എല്ലാ സബ്ജക്റ്റിലും പരമാവധി മാർക്ക് വാങ്ങാൻ നിങ്ങൾക്ക് എത്രത്തോളം എഫേർട്ട് ഇടാൻ കഴിയുമോ മക്കളെ, അത്രയും എഫേർട്ട് നിങ്ങൾ ഇട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, എല്ലാവരും ആഗ്രഹിക്കുന്ന ആ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇനിയുള്ള സമയം യൂട്ടിലൈസ് ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. കെമിസ്ട്രിയുടെ കാര്യത്തിൽ എന്ത് ഹെൽപ്പിനും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. സോ നന്നായി പഠിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.